റേറ്റുകൾ പൊട്ടിച്ച് പറഞ്ഞോളി. കാരണം പൊട്ടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ആൾക്കാർക്ക് ഓഫർ ഉണ്ടെന്ന് തോന്നും ചെയ്യും, പിന്നെ ഇങ്ങോട്ടൊരു ബാർഗൻ ചെയ്യാൻ അവർ വരില്ല. ഹായ്, ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ച പയ്യന്നൂർ പോയി ഷൂട്ട് ചെയ്ത ഈ കാറിൻ്റെ വീഡിയോ തിങ്കളാഴ്ച റിലീസ് ചെയ്യാനാണ് ഇനി വിചാരിച്ചത്. അതിൻ്റെ ഇടയിലാണ് ഈ വയനാടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ വീഡിയോ ഇടാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ലായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇനി എന്തായാലും ചെയ്യും. മറ്റേ കലക്ട്രേറ്റ് അവിടെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വയനാട് പോയിരുന്നു. ഓരോരുത്തരുടെ അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിഷ്വലിൽ കാണുന്ന ആ ഒരു അവസ്ഥ അല്ല, അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പോയപ്പോൾ നമ്മളെ കണ്ടിട്ട് വന്ന ആൾക്കാർ ആ ഒരു സംസാരത്തിൽ തന്നെ അവർക്ക് ആരും ഇല്ലാത്തൊരു സംസാരം, എങ്ങനെ പറയണത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ചാരിറ്റിയും ഒരു ലെവലിൽ നമ്മൾ കൊടുക്കാതെ നേരിട്ട് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുക. ഒരു 6 മാസം മുമ്പ് ഞാൻ ആ ഒരു മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയതായിരുന്നു. ആ ഒരു സിറ്റുവേഷനും ഇപ്പോഴത്തെ സിറ്റുവേഷനും, നിങ്ങളൊക്കെ മേപ്പാടി ഹൈസ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ അവിടുത്തെ ക്യാമ്പിലും ഇത് നടന്ന സ്പോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു വിഷ്വലേ അല്ല, അതിനൊക്കെ ഭയാനകമായ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും, ചെയ്യണം. ഞാൻ മാത്രമല്ല, എല്ലാവരും ചെയ്തു കൊടുക്കണം. പക്ഷെ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് മയ്യത്തുകളൊക്കെ ഇനി കിട്ടാനുണ്ട്. അപ്പം എന്തായാലും ഇപ്പം ഒറ്റപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, വീട് തകർന്ന ആൾക്കാരുണ്ട്. എന്തായാലും അവർക്കൊരു വീട് എന്നെ കൊണ്ട് കഴിയുകയാണെങ്കിൽ അതെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് റേറ്റുകൾ പൊട്ടിച്ച് പറഞ്ഞോളി. കാരണം പൊട്ടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ആൾക്കാർക്ക് ഓഫർ ഉണ്ടെന്ന് തോന്നും ചെയ്യും, പിന്നെ ഇങ്ങോട്ടൊരു ബാർഗൻ ചെയ്യാൻ അവർ വരില്ല. 2023 വണ്ടി, 20,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ്, 60,000 രൂപ ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. ബാർഗൻ ചെയ്തുള്ള റേറ്റ് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കാം. ഫുൾ ടാങ്ക് ഈ വണ്ടിക്കാണോ? ഈ വണ്ടിക്ക് അല്ല, എല്ലാ വണ്ടിക്കാണോ? എല്ലാ വണ്ടിക്കും ഈ വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കാം അല്ലേ? 10,000 കൊടുക്കാം. 2,10,000 2010 മോഡൽ സ്വിഫ്റ്റിംഗ് തരാം. എന്തോ കുറച്ചുകൂടെ നമുക്കൊരു ഓഫർ ആക്കിയിട്ട് ഞാൻ വന്ന സ്ഥിതിക്ക് ഒരു 2 രൂപ കൊടുക്കും. 2 രൂപയ്ക്ക് നമ്മളെ തട്ടത്തിമറയത്ത് നമ്മളെ നിവിൻ പോളി പറഞ്ഞ പയ്യന്നൂർ കോളേജ് ആട്ടോ വരുന്നത്. ഫ്രണ്ട്സ്, മുക്താറാണ്. ഒരു 3 മണിക്കൂർ മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റ് വന്നതാണ്. ഞാൻ വിചാരിച്ചല്ലേ ഈ ചേട്ടാ നിങ്ങൾ കമന്റ് ചെയ്താന്ന്. ഞാൻ മൂപ്പരോട് അത് കറക്റ്റ് ഞാൻ ചോദിച്ചു, മൂപ്പരല്ലാന്നാ പറഞ്ഞത്. എന്തായാലും പയ്യന്നൂർ വന്നിട്ട് നമ്മൾ ഓഫർ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ണൂർ പയ്യന്നൂർ അല്ലേ? ഓക്കെ, A1 യൂസർ കാറിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഓഫർ ഫസ്റ്റ് തന്നെ പറയാലോ, സ്വിഫ്റ്റ് കാർ, ഒരു പുതിയ കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം പോയിക്കോളി. 2023 വെറും 3000 കിലോമീറ്റർ അല്ലേ? 3000 കിലോമീറ്റർ ഓടിച്ച പെട്രോള് എത്ര ചോദിക്കുന്നത്? 7,400 കൊടുക്കുക അല്ലേ? ഞാൻ അതേപോലെ തന്നെ ഒരു ക്രെറ്റ ബ്ലാക്ക് കാറ്റ് വരുന്നുണ്ട്. ഏത് ഓപ്ഷൻ വരുന്നത്? E+ 2019 2019 എത്ര കൊടുക്കും നിങ്ങള്? നമുക്ക് 8,60 കൊടുക്കാം. 8,60,000 കൊടുക്കാം. ഇനി അതേപോലെ തന്നെ താറ് നോക്കുന്നുണ്ടെങ്കിൽ 2023 ഒരു 20,000 കിലോമീറ്റർ ഓടിച്ച ടൂ വീല് വണ്ടിയാണ് വരുന്നത്. എത്ര വയ്ക്കുന്നത്? നമുക്ക് 13,90 കൊടുക്കാം. 13,90. കഴിഞ്ഞിട്ടില്ല. വാഗ്നർ 2018 മോഡല് എത്ര ഓട്ടം വരുന്നത്? 18 മോഡൽ 53,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി 4,20,000. 20 മൂപ്പര് നോക്കാൻ ഡാക്ക നമുക്ക് ഉറപ്പിക്കാം. അത് വേറെ കാര്യം, പ്രതീക്ഷയുടെ കുറച്ച് കൊടുക്കണം. അല്ല, ഈ എർട്ടിക ഏതാ മോഡൽ വരുന്നത്? 2021 ZXi വണ്ടി. 2021 ZXi ഹൈബ്രിഡ് ആണ് വരുന്നത്. ഹൈബ്രിഡ് വണ്ടി. പ്രൈസ് എങ്ങനെ വരുന്നത്? 9,20,000. അതേപോലെ തന്നെ ആൾട്ടോ, സ്വിഫ്റ്റ് ഒരുപാട് മോഡൽ ഉണ്ട്. ഈ സ്വിഫ്റ്റ് 2015 മോഡൽ നോക്കുകയാണെങ്കിൽ എത്ര? സ്കേർട്ടിംഗ്സ് ഫിറ്റിംഗ്സ് എല്ലാം വണ്ടി കംപ്ലീറ്റ്. എത്ര ഓട്ടം വരുന്നത്? 55,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 4,65,000. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയത് എന്തിനാ, ഓഫർ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലതീഷ് ചേട്ടാ, കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്? ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് പയ്യന്നൂർ കോളേജിന്റെ അടുത്താണ്. കാസർഗോഡ് കണ്ണൂർ നാഷണൽ ഹൈവേന്റെ അടുത്ത്, പയ്യന്നൂർ കോളേജിന്റെ അടുത്ത് A1 യൂസ്ഡ് കാറിലാണ് വരുന്നത്. അപ്പൊ എന്തായാലും ലതീഷ് ചേട്ടന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുക. ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി, മിസ്സാക്കണ്ട. പിന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന മാതിരി തന്നെ ലതീഷ് ചേട്ടാ, നമ്മൾ വണ്ടി ഇപ്പൊ ആരും ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിലും ഒരു പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട്. അല്ല, അവർക്ക് ചെക്ക് ചെയ്യാൻ നമ്മളെ ഇവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യും, സ്റ്റാഫിന് വിട്ടുതരും. ചെക്ക് ചെയ്തിട്ട് മാത്രം. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പറഞ്ഞാൽ നിങ്ങളെ പൈസ ആണ്. അപ്പൊ നിങ്ങൾ വണ്ടി എടുക്കാൻ മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്യാല്ലേ, നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ വിട്ടുപോയത് ചിലപ്പോൾ വർക്ക്ഷോപ്പ് കാണിച്ചിരിക്കും, അതിൽ കാണിച്ചു തന്നിട്ട് വിശ്വസത്തോടെ എടുത്താൽ മതി. മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ, അതിപ്പോ എന്തായാലും അതിന്റെ ചെറിയ കുറ്റക്കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ നോക്കിയെടുക്കുക, നിങ്ങൾ ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാണ്.
ലതീഷേട്ടാ നമ്മൾ ബസ് തന്നെ സ്വിഫ്റ്റ് നാട് തുടങ്ങാം 2023 മോഡൽ അല്ലേ? 10ാം മാസം വണ്ടി. 10ാം മാസം, അതായത് 2024 2 മാസം വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, 3900 കിലോമീറ്റർ, 3900 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഒന്നും റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് നമുക്ക് 7,400 കൊടുക്കാം. 7,400. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ക്ലിയർ വണ്ടി. എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും? ഒറ്റ സർവീസ് കഴിഞ്ഞിട്ട് എന്താ പെട്ടെന്ന് വിൽക്കാനുള്ള കാരണം? അയാള് കസ്റ്റമർ ലണ്ടനിലേക്ക് പോയത്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മാറ്റം വരുന്നുണ്ട്. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ മാറ്റം. അല്ല, ഇതിൽ സ്കേർട്ടിങ്സ് വരുന്നുണ്ട്. പുതിയ വണ്ടി സ്കേർട്ടിംഗ് ഇല്ല അല്ലേ? സ്കേർട്ടിങ്സ് കംപ്ലീറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു നല്ലൊരു മാറ്റം, പ്രൈസിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. 7 ലക്ഷം രൂപ എത്ര ലോൺ കയറും? നമുക്കൊരു നല്ല ട്രാക്കിൽ കസ്റ്റമർ 7 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. എന്താ പിന്നെ നിങ്ങളെ ഡിസ്കൗണ്ടും കഴിച്ച് ഒരു 10-15 രൂപ കണ്ടാൽ മതിയല്ലേ? ധാരാളം. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന XUV വരുന്നുണ്ട്. ഏതാ മോഡൽ? 2016 മോഡല് W10 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. 1,10,000 കിലോമീറ്റർ. 1,10,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാ ക്ലിയർ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത് നമുക്ക് 9,400 കൊടുക്കാം. 9,400. എത്ര ലോൺ കയറും? നമുക്കൊരു 8 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 8 ലക്ഷം വരെ ലോൺ എടുക്കാം. അതായത് 1.5 ലക്ഷം രൂപ ഉണ്ട് വണ്ടി സുഖമായിട്ട് കൊണ്ട് നടക്കല്ലേ? ടയറൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ വരുന്നുണ്ട്. മാറ്റം ചെയ്ത് കൊടുക്കാം. വിലയില്ലേ, നമുക്ക് ഫൈനൽ ടേബിൾ ഡിസ്കഷൻ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ലതീഷേട്ടാ, വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയാം, നമുക്ക് മാക്സിമം റേറ്റുകൾ പൊട്ടിച്ച് പറഞ്ഞോളി. കാരണം പൊട്ടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ആൾക്കാർക്ക് ഓഫർ ഉണ്ടെന്ന് തോന്നും ചെയ്യും, പിന്നെ ഇങ്ങോട്ട് ഒരു ബാർഗൻ ചെയ്യാൻ അവർ വരില്ല. ബാർഗനിങ് ഇല്ലാത്ത വില ഫൈനൽ നമുക്കൊരു 8,900 കൊടുക്കും. 8,900 കൊടുക്കാം അല്ലേ? നമ്മൾ എത്ര റേറ്റ് പറഞ്ഞു? 9,400. 8,900 ലാസ്റ്റ് ഫൈനൽ. ഇനിയിപ്പോ എല്ലാ വണ്ടികൾക്കും ബാർഗൻ ഇല്ലാത്ത ഫൈനൽ പ്രൈസ് നിങ്ങൾ പറഞ്ഞോളി, കാരണം ഓഫറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടൊയോട്ടന്റെ ഗ്ലാൻസ് ആണ് വരുന്നത്. 2020 മോഡൽ 21 ഓട്ടോമാറ്റിക് വി ഓപ്ഷൻ വണ്ടി. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, വി ആണ് വരുന്നത് അല്ലേ? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ടയർ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് ഫൈനലായിട്ട് നമുക്ക് 8,10,000 രൂപ കൊടുക്കാം. 8,10,000. എത്ര ലോൺ കയറും? നമുക്കൊരു 7.5 ലക്ഷം വരെ ലോൺ ചെയ്യും. അതായത് ഒരു 60,000 രൂപ വണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ബ്രസ വരുന്നുണ്ട്. ബ്രസ ഏതാ മോഡൽ വരുന്നത്? 2021 VXI വണ്ടി. VXI പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 30,000 കിലോമീറ്റർ. വെറും 30,000 കിലോമീറ്റർ. 30,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് നമുക്ക് ഫൈനലായിട്ട് 8,30,000 കൊടുക്കാം. 8,30,000. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ടൈപ്പാണ്. ഓക്കെ, എത്ര ലോൺ കയറും? നമുക്കൊരു 7,400 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 7,400 വരെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഇനി നെക്സ്റ്റ് ഒരു താർ എടുക്കാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ചിട്ട് വണ്ടി എടുക്കാം അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2023 വണ്ടി, 20,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ്, 60,000 രൂപ ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. 60,000 രൂപ ഫിറ്റിംഗ് കയറിയിട്ടുണ്ട്. അതായത് റാംഗ്ലറിന്റെ ഗ്രില്ല് കയറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം കയറിയ വണ്ടിയാണ്. 2 വീലാണ് വരുന്നത്. ഓക്കെ, ഏകദേശം 60,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ് കയറിയിട്ടുണ്ട്. പ്രൈസ് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആണ്. ഇവിടെ ബാർഗൈൻ ചെയ്യാൻ പാടില്ല. 13,85,000 രൂപ കൊടുക്കാം. 13,85 ഫൈനൽ കൊടുക്കാം. ഫൈനലി. ഇനി എന്താ കുറയോ? ഇല്ല, ഇനി അതിനപ്പുറത്താണ്. ഇനി ചവിട്ടി നമുക്ക് നടുവടിക്കും. ഓക്കെ, എത്ര ലോൺ കയറും? ഏകദേശം നമുക്കൊരു നല്ല ട്രാക്കിൽ കസ്റ്റമർ നമുക്കൊരു 12,300 ലോൺ ചെയ്തു. 12,300. അതായത് 1 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു താറ് ഇവിടെ സുഖമായിട്ട് ഇവിടെ നടക്കാം. 2 വീല് വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന ആൾട്ടോ, ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2020 വണ്ടി. 2020 വണ്ടി. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ? 50,000. 50,000. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ഇതിൽ ബാക്ക് ഡിക്കി ഉണ്ട്. ബാക്ക് ഡിക്കി മാത്രം റീപ്ലേസ് ഉണ്ട്. ഒരു 50,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കൊരു 3,35 കൊടുക്കും. 3,35,000 ലോണോ? ലോൺ ഏകദേശം 2,80,000 വണ്ടി ഇവിടെ നടക്കാം. ഇനി അതേപോലെ തന്നെ സ്വിഫ്റ്റ് വരുന്നുണ്ട്. പെട്രോൾ ആണ് വരുന്നത്. സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അലോയ് കാര്യങ്ങളൊക്കെ അലോയ് വീല് ഫിറ്റിംഗ്സ് കംപ്ലീറ്റ് കയറിയ വണ്ടി. എല്ലാം കമ്പനി സർവീസ്, കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏതാ മോഡൽ വരുന്നത്? 2015 വണ്ടി. 2015 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ? 55,000. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഇന്റീരിയൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ വരുന്നത്? പ്രൈസ് ആണ് വരുന്നത് നമുക്ക് 4,60,000. 4,60,000. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രൈസ് അല്ലേ? നമ്മ ബാർഗൻ ചെയ്തുള്ള റേറ്റ്. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കാം. ഫുൾ ടാങ്ക് ഈ വണ്ടിക്കാണോ? ഈ വണ്ടിക്ക് അല്ല, എല്ലാ വണ്ടിക്കാണോ? എല്ലാ വണ്ടിക്കും ഈ വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, 4,65. എത്ര ലോൺ കയറും? നമുക്കൊരു 3,300 ലോൺ ചെയ്യും. 3,300 ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഈ ഒരു സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ്? 2017 വണ്ടി, 20,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി. ഡീസൽ ആണോ പെട്രോൾ? പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ. കിലോമീറ്റർ? 20,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്കൊരു ഫൈനലായിട്ട് 5,60 ചെയ്യാം. 5,60,000. എത്ര ലോൺ കയറും? ലോൺ ഏകദേശം ഒരു 5 രൂപ അടുത്ത് മാക്സിമം ചെയ്ത് തരാം. 5 രൂപ അടുത്ത് ലോൺ കയറും അല്ലേ? ലോൺ കയറും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസയർ ആണ് വരുന്നത്. ഡിസയർ അങ്ങനെ ഡീറ്റെയിൽസ്? 2017 വണ്ടി, സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ,
ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഹിസ്റ്ററീസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഫൈനൽ നമുക്ക് 5,30 ചെയ്ത് കൊടുക്കാം. 5,30,000. ഏതാ മോഡൽ പറഞ്ഞേ? 2017 2017 5,30 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോ ഇത് 2020 വണ്ടി. 2020 വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 3.5 ലക്ഷം. എത്ര ലോൺ കയറും? 3 രൂപ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു 7 സീറ്റർ നോക്കുന്ന ആളാണെങ്കിൽ ഒരു എർട്ടിക വരുന്നുണ്ട്. എർട്ടിക ഹൈബ്രിഡ് ആണ് വരുന്നത്. ഹൈബ്രിഡ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2021 വണ്ടി, ZXi വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ ഓടിയതാണ്. ഫ്രണ്ട് രണ്ട് പുതിയ ടയർ ഉണ്ട്. എന്തോ റീപ്ലേസ്മെന്റ് ഉണ്ട് പറഞ്ഞല്ലോ? ഇതിന് റീപ്ലേസ് ഇല്ല. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് ഫൈനലായിട്ട് നമുക്ക് 9,20 ചെയ്ത് കൊടുക്കാം. 9,20,000. എത്ര ലോൺ കയറും? നമുക്കൊരു 8,30 ലോൺ ചെയ്യാം. 8,30 വരെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് ലിവ വരുന്നുണ്ട്. സാധാ എത്തിയോസ്. സോറി, നെക്സ്റ്റ് വരുന്ന ഒരു എത്തിയോസ് വരുന്നുണ്ട്. റീ ആണോ അല്ല കേരള? ഒറിജിനൽ കേരള വണ്ടി. 3rd ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 1,10,000 കിലോമീറ്റർ ഓടിയിനി. പെട്രോൾ ആണ് വേരിയന്റ്. 2,40 ചെയ്തു. 2,40. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട്. സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 വണ്ടി. 2018. പെട്രോളോ ഡീസലോ? ഡീസൽ. അല്ല സോറി, പെട്രോൾ. അല്ല, ഡീസൽ ഒന്നും ഇല്ല ഇവിടെ. ഡീസൽ കുറവാണല്ലേ? ഓക്കെ. 2018 ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 57,000. 57,000. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് അങ്ങനെ വരുന്നത് ലാസ്റ്റ് ഫൈനൽ നമുക്ക് 5,60 ചെയ്ത് കൊടുക്കാം. 5,60,000. എത്ര ലോൺ കയറും? 4,30 ലോൺ ചെയ്യും. 4,30 വരെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഒരു വാഗ്നർ വരുന്നുണ്ട്. വാഗ്നർ ഏതാ ഓപ്ഷൻ വരുന്നത്? 2018 VXi വണ്ടി. 2018 VXi. 53,000 കിലോമീറ്റർ. ഈ വണ്ടിയുടെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തോ. നിങ്ങൾ ഡെലിവറി കിട്ടുന്ന സമയത്ത്, അതായത് മൂപ്പര് പറഞ്ഞ ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളി. കാരണം ഡെലിവറി ചെയ്യുന്ന ടൈമിന് ഇത് ഫുള്ള് ക്ലീന് വൃത്തിയാക്കിയിട്ട് വണ്ടി തരുന്ന പറഞ്ഞത്. 2012 മോഡൽ VXi. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 53,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 4,20 കൊടുക്കാം. 4,20,000. ഇനി എന്താ പറയോ? ഇനിയില്ല, ഫൈനലാ. അല്ല, വേണം ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ നമുക്ക് എന്തായാലും മാറ്റം ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ കയറും? ഒരു 3,45, 3,6 റേഞ്ച് ചെയ്ത് വരും. 3,45, 3,6 റേഞ്ചിൽ എന്തായാലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2015 മോഡല് 16 രജിസ്ട്രേഷൻ ആൾട്ടോ കേട്ടൺ. 2015, 16 മോഡല് കേട്ടണി. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഏത് ഓപ്ഷൻ വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. LXi ആണ് ഓപ്ഷൻ. LXi. കിലോമീറ്ററോ? കിലോമീറ്റർ 76,000. 76,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ട്. 2 ഡോർ മാത്രമേ. ഡോർ ഗ്ലാസോ കാര്യങ്ങളോ? ഗ്ലാസ് ഒന്നും ഇല്ല, ഡോർ മാത്രം. ഡോറിന് സൈഡ് ചതിങ്ങിയിരിക്കും അല്ലേ? ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? കറക്റ്റ് കമ്പനി സർവീസിൽ വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് ലാസ്റ്റ് 2,30 തരാം. 2,30. ഏതാ മോഡൽ പറഞ്ഞേ? 15, 16 കേട്ടന് ഡോർ ചതിങ്ങിയ ഒരു കാരണം കൊണ്ട് മാത്രം അങ്ങ് തരാൻ പോകുന്നത് 2,30,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡീസൽ ആണ്. 10 മോഡല് 3rd ഓണർ വണ്ടിയാണ്. 85,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അടുത്ത കൊല്ലം റിന്യൂവൽ എന്തായാലും എടുക്കേണ്ടി വരും. ഓക്കെ. കിലോമീറ്റർ 85,000. കറക്റ്റ് പെട്രോൾ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് ആണ് എടുത്തത്? നമുക്ക് ഫൈനലായിട്ടൊരു 2,10,000 കൊടുക്കാം. 2,10,000. 2010 മോഡൽ സ്വിഫ്റ്റിംഗ് തരാം. എന്താ കുറച്ചുകൂടെ നമുക്കൊരു ഓഫർ ആക്കിയിട്ട് ഞാൻ വന്ന സ്ഥിതിക്ക് ഒരു 2 രൂപ കൊടുക്കും. 2 രൂപയ്ക്ക് 2010 സ്വിഫ്റ്റിംഗ് തരാൻ പോകുന്നത് 2 ലക്ഷം രൂപയ്ക്ക്. തടിമ പിടിക്കോ? ഇല്ലല്ലോ. ഉറപ്പല്ലേ? ഓക്കെ. എന്നാ ഇനി നെക്സ്റ്റ് ഓഫർ ക്രെറ്റ വരുന്നുണ്ട്. ക്രെറ്റ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചതാണ്. ഡീറ്റെയിൽസ് വരുന്നത് 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഏതാ ഫ്യൂല് വരുന്നത്? പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 65,000. ഏത് ഓപ്ഷൻ വരുന്നത്? E+ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പുതിയ ബാറ്ററി ഉണ്ട്, പുതിയ ഇൻഷുറൻസ് തരും. 8 ലക്ഷം രൂപ വെച്ചിട്ടുള്ള ഇൻഷുറൻസ് തരും പുതിയത്. ഏകദേശം ചോദിക്കുന്ന വില 8,65,000 രൂപ. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. ആ ചെറിയ മാറ്റം ഇവിടെ ഇപ്പം പറഞ്ഞോളൂ. 8 ലക്ഷം. എത്ര ലോൺ കയറും? 8 രൂപ ലോൺ ചെയ്യും. ഒരു 50,000 കറ്റ ഇവിടെ ഇറക്കിക്കൊണ്ടാവില്ല. 2019 മോഡൽ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ബലാനോ. ഏതാ മോഡൽ വരുന്നത്? 2021 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഉള്ളത്. ആൽഫ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആൽഫ ആണ് വരുന്നത്. ഏതാ ഫ്യൂൽ വരുന്നത്? പെട്രോൾ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്? ഫൈനലായിട്ട് 7 ലക്ഷത്തിന് കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ. ആ പുറത്തുള്ള നെക്സോൺ കാണിക്കാനുള്ളതാണോ? എന്നാ വരി. നെക്സോൺ ആൾട്ടും കൂടിയല്ല കാണിക്കാനുള്ള. അവിടെ പുറത്തുള്ള ഈ നെക്സോൺ കേൾപ്പാന്ന് ഇത് ആയിട്ട് ഞാൻ കോഴിക്കോട് പോട്ടെ. നമ്മുടെ നാട്ടിലത്തെ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2019 വണ്ടി. സിംഗിൾ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 2019 കിലോമീറ്ററോ?
35,000 ഏതാ ഇത് വരുന്നത്? പെട്രോൾ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് നമുക്ക് 5.25 കൊടുക്കാം. 5.25. എത്ര ലോൺ കയറും? 5 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 75,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോ ഇത് 2022 വണ്ടി. 2022 വണ്ടി. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 26,000 കിലോമീറ്റർ. 26,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? ഫൈനലായിട്ട് നമുക്ക് 3,90,000. 3,90,000 രൂപ. 2022 മോഡലല്ലേ പറഞ്ഞേ? 2022 അല്ലേ? 2022 ആൾട്ടോ തരാൻ പോകുന്ന 3,90,000 രൂപയ്ക്ക്. നീ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ആ സ്വിഫ്റ്റിലേക്ക് പോയാലോ? ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു കളറാണ് ഈ റെഡ് കിളി. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2020 50,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2020 50,000 കിലോമീറ്റർ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 50,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? VXI പെട്രോൾ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? 2020 ഓട്ടോമാറ്റിക് VXI പെട്രോൾ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത് 6,65,000. എത്ര ലോൺ വരും? നമുക്കൊരു 6 രൂപ ചെയ്ത് കൊടുക്കാം. ഒരു 65,000 രൂപ വേണ്ടിയല്ലോ അല്ലേ? എന്തെങ്കിലും കുറയാണ്ടല്ലോ. ചെറിയൊരു മാറ്റം എന്തായാലും വരും. ഓക്കെ. നെക്സ്റ്റ് വാഗണർ ഏതാ മോഡൽ വരുന്നത്? 2022 വണ്ടി ZXi പ്ലസ്. 2022 ZXi പ്ലസ്. അതായത് പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ചിട്ട് ഇവിടെ വന്ന് പോവല്ലേ? ഓക്കെ. ഓണർഷിപ്പ് പറഞ്ഞത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 40,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ഫൈനൽ എത്ര വരുന്നത്? നെറ്റ് ക്യാഷ് ബാർഗൈൻ ചെയ്യുമ്പോൾ 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ. 2022 വാഗണർ VXi പ്ലസ്. ZXi പ്ലസ്. ഫുൾ ഓപ്ഷൻ. കമ്പനി 8 ലക്ഷം രൂപ വരുന്ന വണ്ടി. 6 ലക്ഷം രൂപയ്ക്ക് എത്ര ലോൺ വരും? നമുക്കൊരു 5.5 വരെ ചെയ്ത് കൊടുക്കാം. ഒരു 50,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2020 വണ്ടി. 2020 ഫിറ്റിംഗ്സ് അലോയ് വീല് കാര്യങ്ങളും കയറിയ വണ്ടി. അലോ വീല് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. 30,000 കിലോമീറ്റർ താഴെ ഓട്ടം. എത്ര ഓട്ടം വരുന്നത്? 31,000 കിലോമീറ്റർ ഓട്ടം. അപ്പൊ 30,000 കിലോമീറ്റർ താഴെ 29 സംതിങ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ഫൈനൽ 6,30,000 രൂപയ്ക്ക്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2022 ZX ആൽഫ. ബെലാനോ. പെട്ടെന്ന് ആ സ്കാറ്റിംഗ് കളർ ചേഞ്ച് ഒക്കെ വന്നപ്പോൾ എനിക്ക് തന്നെ സംശയമായി ഏതാ വണ്ടിന്ന്. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 40,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ആണ് വണ്ടി. ആക്സിഡന്റ് 0 ക്ലെയിം വണ്ടി. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 11 പെട്രോൾ അല്ലേ വരുന്നത്? 11 ലക്ഷം കമ്പനിയിൽ പുതിയ വണ്ടിക്ക് ഓഫറിൽ 8 ലക്ഷം. എത്ര ലോൺ വരും? 8 രൂപ ലോൺ 8 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2022 ZXi സെലേറിയോ മാനുവൽ. സെലേറിയോ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്നത് എന്താ അറിയോ? ഓട്ടോമാറ്റിക് ആണ്. സെലേറിയോ ഓട്ടോമാറ്റിക് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് സിംഗിൾ ഓൺ വണ്ടിയാണ്. കിലോമീറ്ററോ? 22,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ ലാസ്റ്റ് ഫൈനൽ? 5 ലക്ഷം രൂപ. എത്ര ലോൺ വരും? 5 രൂപ ലോൺ 5 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് ടാറ്റ ടിയാഗോ. ടാറ്റന്റെ വണ്ടി ഏകദേശം റേറ്റിംഗ് അത്യാവശ്യം ഇതിന്റെ ബോഡി ഇതിന് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2019 വണ്ടി. 2019. ഏതാ ഓപ്ഷൻ വരുന്നത്? സെക്കൻഡ് ഓണർ XT. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 41,000. പെട്രോൾ അല്ലേ വരുന്നത്? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ ലാസ്റ്റ് ഫൈനൽ? 4 ലക്ഷം രൂപ. 2019 അല്ലേ? എത്ര ലോൺ കയറും? ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ലതീഷ് ചേട്ടാ, നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 10 വണ്ടി അല്ലേ? 10 വണ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എവിടെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മളൊരു 3 മണിക്കൂറിൽ നമ്മളവിടെ സ്പോട്ടിലെത്തും. ഓക്കെ. ഇത് കറക്റ്റ് സ്പോട്ട് ഒന്നുകൂടി പറഞ്ഞാൽ കറക്റ്റ് വരുന്നത് പയ്യന്നൂർ കോളേജിന്റെ അടുത്താണ്. കറക്റ്റ് ലാൻഡ് മാർക്കാണ് പയ്യന്നൂർ കോളേജിന്റെ അടുത്ത്. നമ്മളെ തട്ടത്തിമറയത്ത് നമ്മുടെ നിവിൻ ബോഡി പറഞ്ഞ പയ്യന്നൂർ കോളേജ് ആട്ടോ വരുന്നത്. ഓക്കെ. അപ്പൊ ലതീഷ് ചേട്ടന്റെ നമ്പർ ഞാൻ എന്തായാലും അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ്സാക്കാൻ നിൽക്കണ്ട, വേഗം വിളിച്ചോളി. നിങ്ങൾക്കുള്ള അവസരം നമ്മളിങ്ങനെ തുറന്നുതരാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓഫറുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ലതീഷ് ചേട്ടൻ ഞങ്ങൾ മിസ്സാക്കണ്ട, നേരെ വിളിച്ചോളൂ.